സിനിമകളിൽ ഉള്ള വയലൻസ് കാര്യങ്ങളൊക്കെ കുട്ടികളെ വലുതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പറയുന്നത്. എന്താണ് അതിന്റെ അഭിപ്രായം? അങ്ങനെ പറയുന്നുണ്ടല്ലോ മാർക്കോ സിനിമ കാരണം ഒരുപാട് അങ്ങനെ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. അല്ല, അതില് മാർക്കോ സിനിമയിൽ ഇപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, ഇത്ര ഏജിന് മുകളിലുള്ള കുട്ടികൾ കണ്ടാൽ മതി എന്നുള്ളത് OTT പ്ലാറ്റ്ഫോംസിലൊക്കെ പറയുന്നുണ്ട്. കുട്ടികൾക്ക് ഫോൺ ഉണ്ടാവും. ഇപ്പൊ 8ാം ക്ലാസ് പഠിക്കുന്ന 7ാം ക്ലാസ് 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഫോണാണ് ഉണ്ട്. അതെ, പഴയ കാലഘട്ടം പോലെ അല്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയാണെങ്കിൽ ഇതിനു മുന്നേയും എത്രയോ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, ഫൈറ്റ് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു പക്ഷെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തും നമ്മള് കുട്ടികളായിട്ട് തല്ലും പിടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പണ്ടത്തെ നമ്മൾ ആലോചിക്കുന്ന സിനിമകളൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയക്ക് ഇതില് വലിയൊരു പങ്കുണ്ട്. നമ്മൾ എടുത്തിരുന്ന നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് നമ്മൾ കാണും, ഇതേപോലെ വയലൻസുകളെ കാണും, അത് അതിൻ്റെതായ രീതിക്ക് അതെ TV കാണും, അതിൻ്റെതായ രീതിക്ക് എടുക്കും പോവും. പക്ഷെ ഇത് പറയുന്നത് ഫുൾ ടൈം ഫോണാണ്. ഇപ്പൊ ഒരു ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നേരെ ഫോണിലോട്ട്, വേറെ എന്തെങ്കിലും പരിപാടി കഴിഞ്ഞാൽ എപ്പോഴും ഫോണ് കയ്യില്. അതേപോലെ ഈ വയലൻസ് ഒക്കെ അവരത് എങ്ങനെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ച ഒരു പാകയാക്കി എടുത്ത് അതൊരു അടിയിലേക്ക് ഒരു ബാക്കി കൊലപാതകത്തിലേക്ക് വരെ കൊണ്ടുപോകുന്നൊരു അവസ്ഥയാണ്. അപ്പോ സിനിമ മാത്രല്ല ഒരിക്കലും സോഷ്യൽ മീഡിയ നല്ലൊരു പങ്കുണ്ട്. അതും 100% എല്ലാവരും അങ്ങനെയല്ല, വളരെ കുറച്ചു പേരാണ് അത് തെറ്റി പോകുന്നുണ്ട്. ലഹരിയാണെന്നുണ്ടെങ്കിലും വയലൻസ് ആണെന്നുണ്ടെങ്കിലും ലഹരി ഇപ്പോ ഉപയോഗിക്കുന്നവരുണ്ട്, അത് ഉപയോഗിക്കാതെ മാറി നിൽക്കുന്നവരുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇത് കൊടുക്കാം, വയലൻസ് എടുക്കുന്നവരുണ്ട്, അത് അല്ലാതെ നോർമലായിട്ട് പടം കണ്ട് പടത്തിൻ്റെതായ രീതിക്ക് മാറ്റുന്നവരുണ്ട്, എടുത്തിട്ട് അതെങ്ങനെ വിടുന്നവരുണ്ട്. രണ്ട് രീതിക്കുള്ളവരുണ്ടല്ലോ, ലഹരിയിലും ഉണ്ട് വയലൻസിലും ഉണ്ട്. ഓരോരുത്തരുടെ മെന്റാലിറ്റി അനുസരിച്ചിരിക്കും. അല്ലാണ്ട് ഒരിക്കലും ഒരു പടം മാത്രമാണ് വയലൻസിലേക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതാണ് എന്റെ ഒപ്പീനിയൻ.